ഗൾഫിലെ സംഘർഷം 48 മണിക്കൂർ പിന്നിടുമ്പോൾ വലിയ ആശങ്കകൾ ഒഴിയുകയാണ്. റോഡുകളിൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങി വ്യാപാര സ്ഥാപനങ്ങളിൽ ആളുകൾ കൂടുതലായി എത്തുകയാണ്. ആശങ്കയുടെ ഇരുണ്ട യുദ്ധകാലത്ത് പ്രതീക്ഷകളുടെ വെളിച്ചമായി ഈ റംസാൻ കാലം മാറുകയാണ്. ജയ്ഹിന്ദ് TV പ്രേക്ഷകർക്കായി ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവിസ് ചുമാർ ബഹ്റൈൻ തലസ്ഥാനമായ മനാമ നഗരത്തിലൂടെ ഒരു യാത്ര നടത്തുകയാണ്. ഈ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ബഹ്റൈനിലെ പ്രധാനപ്പെട്ട ഒരു താമസ കേന്ദ്രമെന്നറിയപ്പെടുന്ന സൽമാനിയാണിത്. സൽമാനി ഇപ്പോൾ വളരെ ശാന്തമാണ്. കഴിഞ്ഞ 48 മണിക്കൂർ സംഘർഷത്തിന്റെ അവസ്ഥകൾ പിന്നിടുമ്പോഴും നമ്മളിപ്പോൾ കാണാം വാഹനങ്ങളുണ്ട്. ഈ പറയുന്ന അത്രമാത്രം ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഗൾഫ് രാജ്യങ്ങൾ അല്പമെങ്കിലും ശാന്തതയിലേക്ക് മാറുന്നു എന്നൊരു വലിയ സൂചന നൽകുന്നതാണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിപ്പോൾ സൽമാനിയയിലെ പ്രധാനപ്പെട്ട ഒരു സെന്ററാണ്. ഞങ്ങൾ സൽമാനിയ ഗഫൂളിൽ നിന്ന് സൽമാനിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങുന്നു. ഇതാ തൊട്ടു മുമ്പിൽ കാണുന്നു, നമുക്ക് ഡെലിവറി വാഹനങ്ങളാണ് ഉള്ളത്. തലബാത്ത് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സർവീസ് ഇറങ്ങിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു കൃത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ ബഹ്റൈൻ സമയം 5:30, അതായത് ബാങ്ക് വിളിക്കാനുള്ള ഒരുക്കത്തിലാണ്. സായാഹ്നമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. മാർച്ച് 2 തിങ്കളാഴ്ച വൈകിട്ട് 5:30 ഈ കാണുന്ന കാഴ്ചയാണ്. ബഹ്റൈനിലെ സൽമാനി എന്ന സ്ഥലമാണ് കാണുന്നത്. ഡെലിവറി വാഹനങ്ങളൊക്കെ അവിടെ റെഡിയാണ്. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില അല്പസമയം മുമ്പ് വരെ ഈ 48 മണിക്കൂർ തുടക്ക സമയങ്ങളിലൊക്കെ വലിയ ആശങ്കപ്പെടുത്തുന്ന ചില നിമിഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ ഈ കാഴ്ചകൾ അങ്ങ് പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുകയാണ്. അതായത് റോഡുകളൊക്കെ ശാന്തമാണ്, വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങുന്നുണ്ട്. അപ്പുറത്ത് പോലീസ് വാഹനം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് സൽമാനിയ അവന്യൂയിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സൽമാനിയ അവന്യൂ എന്ന് പറയുന്ന റോഡ്. ഇത് കാണുന്നതാണ് മെയിൻ ഹോസ്പിറ്റൽ. ഏറ്റവും കൂടുതൽ ഞാൻ കഴിഞ്ഞ 2 ദിവസമായി റിപ്പോർട്ട് ചെയ്തു വരുന്ന സൽമാനിയ മെയിൻ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. നിരവധി മലയാളികൾ ചെയ്യുന്ന, നിരവധി മാലാഖ കുഞ്ഞുങ്ങൾ നമ്മൾ വിളിക്കുന്ന നഴ്സുമാർ ജോലി ചെയ്യുന്ന സൽമാനിയ എന്ന ഹോസ്പിറ്റലാണ്. ആ കാണുന്ന ബ്രൗൺ നിറത്തിലുള്ള ആ വലിയ കെട്ടിടവും ഇപ്പുറത്തെ ഈ കാണുന്ന സമുച്ചയങ്ങളെല്ലാം പക്ഷേ ഈ കോമ്പൗണ്ട് എല്ലാം എനിക്ക് തോന്നി, ഈ കോമ്പൗണ്ട് എല്ലാം തന്നെ സൽമാനിയ കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന സൽമാനിയ കോംപ്ലക്സ് ആണ്. ബഹ്റൈന്റെ പതാകയെല്ലാം നമുക്ക് ഈ സൈഡിൽ കാണാൻ സാധിക്കുന്നു. ഇതിന്റെ വലതു ഭാഗത്ത്, ഈ വാഹനത്തിന്റെ വലതു ഭാഗത്ത് സൽമാനിയയിലെ ബഹ്റൈന്റെ ദേശീയ പതാകകൾ പാറി പറക്കുമെന്ന് കാണാം. തീർത്തും ശാന്തമാണ് ഇവിടെ. പറയും മാത്രം ഞാൻ നേരത്തെ വീണ്ടും ആവർത്തിക്കുകയാണ്, പറയുന്ന അത്ര രീതിയിലുള്ള വലിയ ആശങ്കപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ആ വാഹനങ്ങളൊക്കെ പുറത്തു ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് വലിയ ശുഭകരമായ സംഭവമാണ് പ്രേക്ഷകരെ ഞങ്ങൾ കാണിക്കുന്നത്. സൽമാനിയ എന്ന മെയിൻ സെന്ററിലൂടെ ഞങ്ങൾ യാത്ര നടത്തുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്? ഗൾഫ് മേഖലയെ ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ വരുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ വാഹനത്തിലൂടെ ഒരു യാത്ര നടത്തുകയാണ്. ഈ കാണുന്ന മനോഹരമായ ബഹ്റൈൻ ലാൻഡ് മാർക്കുകളാണ് ഈ കാണുന്നത്. ഗൾഫിലെ സംഘർഷം 48 മണിക്കൂർ പിന്നിടുമ്പോൾ മറ്റൊരു രാജ്യമായ ബഹ്റൈൻ ശാന്തമാണ് തെളിയിക്കുന്നതാണ് ഈ രംഗങ്ങൾ. ബഹ്റൈനിൽ നിന്നും ക്യാമറമാൻ ധനീഷിനൊപ്പം എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്.